പാലക്കാട് എലപ്പുള്ളിയിൽ ബ്രൂവറി ആരംഭിക്കാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവ് പുറത്തുവന്നു. 4 ഘട്ടമായി ബ്രൂവറി സ്ഥാപിക്കാനാണ് ഉത്തരവിൽ പറയുന്നത്. ഉത്തരവിന് പിന്നാലെ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷവും പ്രദേശവാസികളും രംഗത്തെത്തി. ബ്രൂവറി തുടങ്ങാൻ സർക്കാർ ഏകപക്ഷീയമായി തീരുമാനിക്കുകയായിരുന്നുവെന്നും എലപ്പുള്ളിയെ പ്ലാച്ചിമടയാക്കാൻ അനുവദിക്കില്ലെന്നും പഞ്ചായത്തും നാട്ടുകാരും വ്യക്തമാക്കി. ബ്രൂവറിക്കെതിരെ സമരം ആരംഭിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം ബ്രൂവറി അഴിമതിയല്ലെന്നും വിവാദം അനാവശ്യമാണെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഈ മാസം 16-ാം തീയതിയാണ് സർക്കാർ ഉത്തരവിറക്കിയത്. 4 ഘട്ടമായി നടപ്പിലാക്കുന്നത് 600 കോടി രൂപയുടെ പദ്ധതി. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ 24 ഏക്കർ ഭൂമി കമ്പനിയുടെ കൈവശമുണ്ട്. പദ്ധതിക്ക് ആവശ്യമായ ജലം നൽകുന്നതിന് വാട്ടർ അതോറിറ്റിയുടെ അനുമതിയുണ്ട്. ഒപ്പം റെയിൻ ഹാർവെസ്റ്റിംഗ് നടത്തി മഴവെള്ളം സംഭരിക്കുകയും ചെയ്യും. അതിനാൽ ജലചൂഷണം ഉണ്ടാവില്ലെന്നും എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതും 20 കൊല്ലം പ്രവൃത്തി പരിചയമുള്ളതും കമ്പനിയുടെ മെച്ചമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സർക്കാർ ടെൻഡർ നേടിയ ഏക സ്വകാര്യ കമ്പനിയായതും മേന്മയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം ധാരാളം തൊഴിലവസരവും വരുമാനവും പദ്ധതിയിലൂടെ ഉണ്ടാവുമെന്നും കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കുമെന്നും ഉത്തരവിൽ സർക്കാർ വാദം. എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ട്ലിംഗ് പ്ലാന്റ്, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ് എന്നിങ്ങനെ 4 ഘട്ടങ്ങൾ അടങ്ങുന്നതാണ് ഒയാസിസ് ഗ്രൂപ്പിന്റെ പദ്ധതി. 2023-24 വർഷത്തെ മദ്യനയത്തിലെ വ്യവസ്ഥകളാണ് അനുമതി നൽകാൻ ഉപയോഗപ്പെടുത്തിയത്. കമ്പനിയെ തെരഞ്ഞെടുത്തതിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് പ്രതിപക്ഷം വീണ്ടും രംഗത്തെത്തി. ഏതു തരത്തിലുള്ള മദ്യനിർമ്മാണ യൂണിറ്റിനും കേരളത്തിൽ അനുമതി കൊടുക്കുമെന്ന് കേരളത്തിലെ സമാന മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തെയോ രാജ്യത്തെയോ, ഇത് മധ്യപ്രദേശിലെ കമ്പനിയാണ്, കേരള കമ്പനിയല്ല, കേരളത്തിലെയോ രാജ്യത്തെയോ ഏതെങ്കിലും കമ്പനി അറിഞ്ഞിട്ടുണ്ടോ? ഇത് മന്ത്രിയും ചില ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണ്. അതാണ് ഇതിന് സുതാര്യതയില്ല, ഇത് അഴിമതിയാണെന്ന് പറയുന്നത്. ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മദ്യ ഉൽപാദന കമ്പനിയാണ്. അവരുടെ പേരിൽ ധാരാളം ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കുത്തക ഭീമൻ കമ്പനിയെ ആരോരും അറിയാതെ ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം കൊടുക്കുക വഴി കേരളത്തിൽ ഒരു വലിയ അഴിമതിക്ക് കളമൊരുങ്ങുകയാണ്. പഞ്ചാബ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭൂഗർഭജലം മലിനമാക്കിയതിനെ തുടർന്ന് നടപടി നേരിട്ട കമ്പനിയെ കേരളത്തിൽ കൊണ്ടുവരുന്നത് എല്ലാ നിയമവശവും പരിശോധിച്ച ശേഷമാണെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ എലപ്പുള്ളിയിൽ ബ്രൂവറി ആരംഭിക്കാൻ അനുമതി നൽകിയ സർക്കാർ ഉത്തരവിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രദേശവാസികളും പഞ്ചായത്തും ഉയർത്തുന്നത്. മണ്ണും ജലവും നശിപ്പിക്കുന്ന ബ്രൂവറി ആരംഭിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു വ്യക്തമാക്കി. മണ്ണും ജലവും മലിനമാക്കുന്ന ഏത് സംവിധാനത്തിനെയും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. നമ്മുടെ MP ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ശക്തമായി എതിർത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇത്തരം ഒരു സംവിധാനം മേനോമ്പാറ ഭാഗത്ത് വരുന്ന സമയത്ത് 2020 ഡിസംബർ 2 ജനകീയ പ്രക്ഷോഭത്തിലൂടെ അത് നിർത്തലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത്തരമൊരു സംവിധാനം നമ്മൾ ഇവിടെയും ആവർത്തിക്കും. ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല. സ്കൂൾ ആരംഭിക്കാനാണ് എന്ന വ്യാജേനയാണ് ഒയാസിസ് കമ്പനി നാട്ടുകാരെയും പഞ്ചായത്തിനെയും കബളിപ്പിച്ചതെന്നും പ്രസിഡന്റ് ആരോപിച്ചു. ബ്രൂവറിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാരും ഉയർത്തുന്നത്. എന്തോ ഒരു കമ്പനി വരുന്നുവെന്നതല്ലാതെ മറ്റു വിവരങ്ങളൊന്നുമില്ലായിരുന്നെന്നും കൃഷിയെ ബാധിക്കുന്ന ബ്രൂവറി എന്ത് വില കൊടുത്തും എതിർക്കുമെന്നും പ്രദേശവാസികൾ. അല്ല, ഈ കമ്പനി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ സ്ഥലം കൊടുക്കണമായിട്ട് നമ്മൾ പലതവണ അവിടെ കണ്ടിരുന്നു. അതിനുവേണ്ടി വഴി ഉണ്ടാക്കാനും മറ്റുമൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്ത് ഫാക്ടറിയാണെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കൂടുതലും കർഷകരുള്ള ഒരു പ്രദേശമാണിത്. ഇവിടെ വാളയാർ വെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ എല്ലാവരും കൃഷി ചെയ്യുന്നത്. ഇപ്പം അതുപോലെ കുടിവെള്ളത്തിനും വളരെ കാലങ്ങളിൽ ക്ഷാമമുള്ള ഒരു പ്രദേശമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കൂടുതൽ വെള്ളം ഊറ്റുക, ഞങ്ങളുടെ കുടിവെള്ളം, ഞങ്ങളുടെ കൃഷി എല്ലാം ബാധിക്കും. ഇത് എന്ത് വില കൊടുത്തും ഞങ്ങൾ ശക്തമായി എതിർക്കും. ഇവിടുന്ന് വലിയ ജനപ്രതിഷേധം ഉണ്ടാവും. ഡാമിലെ വെള്ളത്തെ ആശ്രയിക്കുന്ന പ്രദേശത്ത് മഴവെള്ളം കൂടി സംഭരിച്ചാണ് കൃഷി നടത്തുന്നത്. എലപ്പുള്ളി പ്ലാച്ചിമട പോലെ മാറ്റാൻ അനുവദിക്കില്ലെന്ന് കർഷകനായ പ്രദേശവാസി ഉറപ്പിച്ചു പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെക്കൻഡ് ക്രോപ്പിൽ 2ാം വിള മഴയില്ലാത്ത കാരണം ഡാമിൽ വെള്ളത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഈ പ്രാവശ്യം ഉള്ളതുകൊണ്ട് മാത്രം ഇത് തന്നെ എടുക്കാൻ പറ്റുമെന്നുള്ള സംശയത്തിലാണ് ഞങ്ങൾ. അതുപോലെ കുടിവെള്ളം, ബോർവെൽ ഇപ്പം തന്നെ വെള്ളം താഴ്ന്നു തുടങ്ങി. പല ഭാഗത്തും വെള്ളം കിട്ടാത്ത സ്ഥിതിയാണ്, ജലനിധി വെള്ളം. അതുപോലെ ഈ 6ാം വാർഡിലും തൊട്ടപ്പുറക്കുന്ന 7ാം വാർഡിലും വേനൽക്കാലത്ത് പഞ്ചായത്ത് കൊടുക്കുന്ന ടാങ്കർ വെള്ളം ആശ്രയിച്ചാണ് നടക്കുന്നത്.
ആയതുകൊണ്ട് ഇതൊരു കാരണവശാലും വരാൻ പാടില്ല. പഞ്ചായത്തിന് ഒന്നും അറിയില്ലെന്നും മാധ്യമ വാർത്തകളിലൂടെയാണ് ഇക്കാര്യങ്ങൾ അറിഞ്ഞതെന്നും സർക്കാർ ഏകപക്ഷീയമായി തീരുമാനിക്കുകയായിരുന്നുവെന്നും പഞ്ചായത്ത് അംഗം ശരവണകുമാർ വ്യക്തമാക്കി. പഞ്ചായത്തിന് ഒന്നുമേ അറിയില്ല. ഇപ്പോൾ പത്രത്തിലൂടെയാണ് അറിയുന്നത്. ഇത് ഗവൺമെൻറ്റാണ് അനുമതി കൊടുത്തതെന്നായിട്ടാണ് അറിയുന്നത്. നമ്മൾ ആവുന്നപ്പെടുന്ന ജനകീയമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് ഈ സാധനം ഇവിടെ ഈ കമ്പനി ഞങ്ങൾ തുടരാൻ സമ്മതിക്കില്ല, വരാൻ സമ്മതിക്കില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അനുമതി നൽകിയെങ്കിലും സ്വകാര്യ ബ്രൂവറി പ്ലാന്റിന് ഇപ്പോൾ പ്രവർത്തിക്കാനുള്ള ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. നിബന്ധനകൾ പാലിച്ചുകൊണ്ട് 4 ഘട്ടത്തിലായി ബ്രൂവറി സ്ഥാപിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. എന്നാൽ ബ്രൂവറി ആരംഭിക്കേണ്ട എലപ്പുള്ളിയിലെ ജനങ്ങളുടെ എതിർപ്പിനെയും പ്രതിഷേധത്തെയും എങ്ങനെ മറികടക്കുമെന്നതിലാണ് പദ്ധതിയുടെ ഭാവി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം, പാലക്കാട്.